നുസ്രത് ജഹാൻ, ഈ CPM-ന്റെ തൊട്ടുപുറകെ വിമർശനം ഉന്നയിച്ച് വന്നത് സമസ്ത AP വിഭാഗമാണല്ലോ. ഇപ്പോൾ അവരുടേതായ ഒരു വാർത്ത ഞാൻ നേരത്തെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു. MEC7 വിമർശനങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് AP വിഭാഗം, സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നതാണ് എതിർത്തത് എന്ന ചെറിയൊരു പ്രശ്നത്തിലേക്ക്, സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നത് മാത്രമാണ് ഞങ്ങൾ ഉന്നയിച്ച എന്ന പ്രശ്നത്തിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് AP വിഭാഗം. അവിടെയും സമ്മർദ്ദമുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇത് സമ്മർദ്ദം തന്നെയാണ്. ഇപ്പൊ മോഹനൻ മാഷ് ഇപ്പോഴും അതിൽ നിന്നൊന്നും മാറിയിട്ടില്ല എന്ന് അയാളെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് അവർക്ക് CPM-ന് ശരിക്കും മനസ്സിലായി. കാരണം അവരുടെ ഇടയിൽ കയറിയിട്ടുള്ള സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റിൽ വരെ അത് സംഭവിച്ചല്ലോ, നമ്മൾ കണ്ടല്ലോ. ഇതൊന്നും സ്വകാര്യമല്ലല്ലോ. അപ്പൊ ഈ വിധത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ വരെ അറ്റാക്ക് ചെയ്ത് പോണ സംഗതികൾ ഉണ്ടെന്ന് യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു. അയാൾക്ക് സമ്മർദ്ദം വന്നപ്പോ അയാൾ മാറ്റി. ഇനിയിപ്പോ AP വിഭാഗത്തിനെയും വായ അടയ്ക്കും. കാരണം പെണ്ണുങ്ങളെ മേലിട്ട് ഒഴിയാനുള്ള ഒരു അവസ്ഥ നോക്കുക. അത് കാരണം അതുമാക്കി പെണ്ണുങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ തീവ്രവാദ സംഘടനയിലേക്കും ഏത് സ്വകാര്യ ഇതിലേക്കും പോവാൻ പറ്റുന്നതാണല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല റാഡിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ വളർച്ച ഈ നോർത്തേൺ കേരളയിൽ മാത്രം. എന്താണ് ഇപ്പൊ ഡോക്ടർ യുവരാജ് ചോദിച്ചു റിപ്പബ്ലിക്കൻ പാർട്ടി കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറയും ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാല് നാഷണൽ പാർട്ടിയാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാംദാസ് അഠാവാല പറഞ്ഞ മിനിസ്റ്ററാണ്. 3-ാം തവണയും മോദി മന്ത്രിസഭയിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ് എന്റെ പ്രസിഡന്റ്. ആ പാർട്ടിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റായി ഞാൻ ഡൽഹിയിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും അന്നന്ന് അറിയണേ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാം മലബാറിൽ മാത്രമാണ് ഈ കളിയാട്ടം നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ എന്തായാലും ഞാൻ ഇന്ന് 1-2 ആൾക്കാരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു അവരിതൊന്നും പിന്മാറിയിട്ടില്ല. അവരെ കണ്ണും ചെവിയൊക്കെ ഇതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ അനുഭവം നമ്മളെ കോഴിക്കോട് കത്തി പോകാണ്ടിരുന്നത് നമ്മളെയൊക്കെ ഭാഗ്യം. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മാറാട് കലാപത്തിലൊക്കെ വിഷയങ്ങൾ വന്ന് അതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ മാത്രം വളം വെച്ച് കൊടുക്കാൻ കാരണം എന്താന്നുള്ളത് തന്നെയാണ് NIA പോലത്തെ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനും അറിയാൻ പറ്റി ഇന്ന് ഇവിടെ ഡൽഹിയിൽ വെച്ച് NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വീഡിയോസ് ഒക്കെ ഇല്ലേ ഇവരുടെ വീഡിയോകളൊക്കെ ഭയങ്കര റെയർ വീഡിയോസാ. പെണ്ണുങ്ങളെ കുട്ടികളെ അത് ശരിക്കും അവർ പെട്ടിട്ടുണ്ട്. ട്വിറ്ററിൽ വന്ന ഒരു വീഡിയോ വെച്ചിട്ടാണ് ഇവിടെ മുഴുവനും സോഷ്യൽ മീഡിയയിലും ഹിന്ദി പത്രങ്ങളിലും എല്ലാ മീഡിയകളിലും വന്നു കഴിഞ്ഞു. അപ്പൊ അന്വേഷണം പോവാണ്ടിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എല്ലാം വരുന്ന അവിടെയാണ്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം 5-8 വർഷത്തിന് ശേഷമാണ് കേരളത്തിലേക്ക് ഇതുപോലുള്ളത്. അപ്പൊ ലാസ്റ്റ് എത്തുമ്പോ ഞങ്ങൾ ആൾക്കാർ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചാവുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ അതിൽ ബെസ്റ്റ് ആൾക്കാരാ. ലോകത്തിലെ ഐക്യം എന്ന് പറഞ്ഞാൽ അതാ. ഇപ്പൊ കണ്ടില്ലേ എന്താണ് സിറിയയില് ഭരണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ എന്തായി? അവിടെ ഒരു വിസ്മയായി മാറി. താലിബാനിലും ഇതായി. അപ്പൊ ഇവിടെ പിടിച്ചടക്കി ഒരു രാജ്യം സ്വന്തമാക്കി കഴിയുമ്പോഴുള്ള ഈ റാഡിക്കലിസ്റ്റ് മനോഭാവം അധിക പേര് ബംഗ്ലാദേശിലും വിസ്മയമാണ്. ബംഗ്ലാദേശ് വിസ്മയം ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നു. അവിടുത്തെ ആൾക്കാർ ഇവിടെ വരുന്നതും പറയുന്നതും ഒക്കെ. ഡൽഹിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇസ്കോണിന്റെ ആൾക്കാരുള്ളതുകൊണ്ട് അറിയാലോ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ഇസ്കോണിനെ പറ്റി ഒരു കാര്യം സംസാരിക്കാനോ ഈ ഭാരതത്തിലെ മൈനോറിറ്റീനെ പറ്റി പറയും. ഭാരതത്തിലെ മൈനോറിറ്റിക്ക് എന്താണ് ഇവിടെ ഒരു കുറവ്? ഇവര് ഇതൊക്കെ ഉണ്ടാക്കി റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് കൊണ്ടുവന്ന് കേരളം പോലെ സുഖമായിട്ട് മനുഷ്യർ ജീവിക്കണം ഒരു സ്ഥലവും ഇല്ല. കാരണം ഇവരെ പണവും ഇവരുടെ ഈ ഇതും ഒക്കെ യൂസ് ചെയ്യണത് ഒരു രാജ്യം വെട്ടി ഉണ്ടാക്കാൻ തന്നെയാ. അതിന് ഒരു സംശയമില്ല. ആരെന്ത് പറഞ്ഞാലും നമുക്കത് അറിയാം. ഇവര് പറയുന്നില്ല ഞങ്ങൾ വ്യക്തമായി പറഞ്ഞോന്ന് ചോദിക്കൂ. അപ്പോ വ്യക്തമായി പറയല്ല. ഇങ്ങനെ വഖഫ് പോലെയുള്ള സംഗതികൾ കൊണ്ടുവരുമ്പോ ഇവരുടെ ഇടയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്നൊക്കെ കിട്ടൂ. ഇപ്പൊ ഈ ഒരു കൂട്ടായ്മയിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ലേ, പള്ളി മഹല് കമ്മിറ്റികളാണ് ഇതിൽ ഈ വീടുകളിൽ അറിയിച്ച് ഇവരെ കൊണ്ടുവരുന്നത്. മഹല് പറയുമ്പോ സുന്നികളുണ്ട്, EK സുന്നികള്, ലീഗിനോട് അനുഭാവമുള്ള സുന്നികളാണ് ഇതിന് പോയ ആൾക്കാര്. അതെങ്ങനെ ഇവരും എങ്ങനെ യോജിക്കും? മദൂദികളും ഈ സുന്നി വിഭാഗവും എങ്ങനെ യോജിക്കും എന്നുള്ള ആണ് നമ്മൾ ഒന്നും ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇവരെല്ലാം കാര്യം വരുമ്പോ എന്തായാലും ഒരു കാര്യമുണ്ട്. നരേന്ദ്രമോദി കാരണം മുസ്ലിങ്ങള് കണ്ട സലാം അടക്കാതെയും ഒരു ബാത്റൂമിൽ പോകാൻ പോലും ഒരു പള്ളിയില് വഹാബി പോവില്ല, സുന്നീന്റെയില് ജമാഅത്താരൻ പോവില്ല. ഇങ്ങനത്തെ ആൾക്കാര് ഒന്നിക്കും ലാസ്റ്റ്. കാരണം മോദീനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇസ്ലാമിക
കൂട്ടായ്മ പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോ ഇവരെ കൂടി എന്നുള്ളത്, ഇവര് വാക്ക് മാറ്റി എന്നുള്ളതിന് ഒരു അത്ഭുതപ്പെടാനുമില്ല. അതൊക്കെ സംഭവിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ വിധത്തിൽ ഇവരെ കാര്യങ്ങൾ ഇവര് വിഷം കുത്തിവെക്കുന്ന മനസ്സുകളിലേക്ക് കുത്തിവെക്കുകയാണ്. കാരണം എന്താണ് ആ ബ്രെയിനില് കുട്ടികളെ തൊട്ട് പഠിപ്പിക്കുമ്പോ അപ്പൊ വയസ്സായ ആൾക്കാരെയും കൊണ്ടുപോയി ഒരു 55 60 വയസ്സുള്ളവരൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ എക്സസൈസ് കഴിയുമ്പോ ഇവരെന്താ പറയണത് എന്നുള്ളത് നമുക്ക് നാളെ പറയാൻ പറ്റില്ല. അപ്പൊ ഈ വിഭാഗം എല്ലാ സ്ഥലത്തും ലീഡേഴ്സ്, മാധ്യമത്തിന്റെ റിപ്പോർട്ടേഴ്സ്, മീഡിയ വണ്ണിന്റെ ആൾക്കാര്, PFI എന്ന് വന്ന ആൾക്കാർ ആരാന്ന് എനിക്കറിയില്ല, മോഹനമാഷ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്വേഷിച്ച മഹലുകളിലൊക്കെ അറിയാൻ പറ്റിയ മൗദൂദി ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ലീഡേഴ്സ്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം പെട്ടെന്ന് അവർക്ക് വരിക, പെണ്ണുങ്ങൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല, ട്രെയിനർ ഉണ്ടാവാൻ പാടില്ല, പിന്നെ എന്താണ് വോട്ട് ചെയ്യാൻ പാടില്ല, ഇതൊന്നും നമ്മൾ ഇസ്ലാമിലെ ഹറാമാക്കപ്പെട്ട കാര്യമൊക്കെ അവർക്ക് ആവശ്യമുള്ളതാക്കി എടുക്കുന്ന സമയം വരുമ്പോ നമുക്കെല്ലാം പറ്റും, ഞങ്ങൾ ഒന്നാണ്. ആ ഒരു ചിന്താഗതിയിലൂടെ അവർ പോകുന്നത് കമ്മ്യൂണിസ്റ്റിൽ രാഷ്ട്രബോധമുള്ള ഒരു മനുഷ്യനെങ്കിലും ഓർക്കുന്നതല്ല. നമ്മളെ കുട്ടികൾക്ക് രാഷ്ട്രബോധം വളർത്തിയെടുക്കാൻ വേണ്ടി ഓരോ ഇന്ത്യക്കാരനും ഹിന്ദു മുസ്ലിം എന്ന് ആലോചിക്കാതെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ പോലെ സുന്ദരമായി ജീവിക്കുന്ന ഒരു രാഷ്ട്രം ലോകത്തില്ല. ചുറ്റിലും നമ്മൾ കാണുന്നുണ്ട് ഇസ്ലാമിനോട് അടി കൂടുന്നത്. അവിടെയുള്ള ബാക്കി ജാതിക്കാരെ അവര് തീർക്കുകയാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും സിറിയന്ന് ഓടിച്ചു കളഞ്ഞ മുസ്ലിമിനെ, അല്ലാതെ ഇവിടുത്തെ സംഖ്യയിലല്ല, സിറിയയിലെ അസദൊന്നും സംഖ്യയായിരുന്നില്ല. അപ്പൊ ഈ ഒരു രാഷ്ട്രബോധം ഇല്ലാത്തോടത്തോളം കാലം അതുണ്ടാവും. അത് കൂടുതലുള്ളത് എന്റെ മലബാറിൽ തന്നെയാണ്. വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടും പണം കൂടിപ്പോയതുകൊണ്ടുള്ള കുഴപ്പമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അവര് പഠിച്ച ആ വിദ്യാഭ്യാസത്തില് അവര് സംസ്കാരത്തെ പറ്റിയല്ല, രാഷ്ട്രത്തിനെ പറ്റിയല്ല. എന്റെ രാഷ്ട്രമാണ് എനിക്ക് വലുത് എന്ന് ഇവരാരും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ ആരും പഠിപ്പിച്ചില്ല. നമ്മളെ ഈ ഇസ്ലാമാണ് വലുത്, അത് സ്വർഗത്ത് പോണോ, 72 ഹൂറികളെ കാത്തിരിക്കണ ഈ മതമാണ് അവസാനമല്ലോ, എല്ലാത്തിന്റെയും അവസാനം, ബാക്കിയെല്ലാം ഫ്രോഡാണ്, കാഫിറാണെന്ന് പറയുന്ന ഈ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്ത കുട്ടികളുടെ ഇടയിലാണ് നമ്മളെ കുട്ടികളും വളരുന്നത് എന്നുള്ള നമ്മൾ ഓരോ രക്ഷിതാക്കളും ഓർക്കല്ലാതെ ഇതിനൊന്നും നമുക്ക് ഒരു സംഗതി ഇനിയുള്ള കാലം കണ്ടെത്താൻ പറ്റില്ല. കോസിനെ ട്രീറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഓൺലി വി ക്യാൻ ഡു. ഓക്കെ, വളരെ പ്രസക്തമായ ചില പോയിന്റുകളാണ് നുസ്രത്ത് ജഹാൻ മുന്നോട്ട് വെച്ചത്.